ഹലോ മുത്തുമണീസ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇപ്പോൾ രാവിലെ തന്നെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഞാൻ എപ്പോഴും കുറച്ച് വെള്ളത്തിലിട്ടേക്കും, അപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ ഒന്നും പോവില്ല. ആ ബ്ലഡൊക്കെ കാണുമ്പോൾ ഒരു പൊറുതിയേടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ മക്കൾക്കൊന്നും മീനൊന്നും പറ്റില്ല. പിന്നെ നോമ്പായപ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ, കൂട്ടാനും ആളില്ലല്ലോ. പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ പുട്ടാണ് കേട്ടോ ഇന്നലെ മെനിയാന്നൊക്കെ പത്തിരിയായിരുന്നു. അടുപ്പിച്ച് പത്തിരി ഉണ്ടാക്കുമ്പോൾ ആയിരിക്കും ഇവിടെ പറ്റിയില്ല കേട്ടോ. അങ്ങനെ മാറി മാറി ഉണ്ടാക്കും. അങ്ങനെ ഇന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുട്ടിന് വെള്ളം അങ്ങനെ കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. വൈകുന്നേരമാണ് പുട്ടുണ്ടാക്കുന്നത്. കുറച്ച് കുതിർത്ത് വെക്കാൻ മുന്നായി. നാസിഫ് മോന് ഭയങ്കര വാശിയിലാണ് കേട്ടോ. പിന്നെ കുറച്ച് അവനക്കും മറ്റേ രണ്ടാൾക്ക് കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാട്ടിയിട്ടും ചോറ് തിന്നുന്നില്ല കേട്ടോ. പപ്പടം മാത്രമാണ് തിന്നുക. ഒരു കഷ്ണം പപ്പടം മാത്രമാണ് തിന്നത്. ചോറ് ഒരു തുള്ളിയും തിന്നിട്ടില്ല. അങ്ങനെ കാക്കനെ കണ്ട് അതിനെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. വായ തുറക്കുന്നേ ഇല്ല. ഞാൻ വിചാരിച്ച് പപ്പടം കൊടുത്തപ്പോൾ അറിയാതെ വായ തുറക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇടാന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ അതൊന്നും അവൻ്റെ അടുത്ത് നടക്കൂല കേട്ടോ. അങ്ങനെ ഏതായാലും കഴിക്കുന്നില്ല. അപ്പോൾ വെള്ളം മാത്രം കുടിച്ചു. പിന്നെ ഞാൻ ചിക്കൻ വേണോ വെച്ച് ചിക്കൻ കൈ കൊടുത്തേ, അതും കൊണ്ട് പിന്നെ ആൾ ഓടി കഴിച്ചില്ല കേട്ടോ. ഉണ്ടോ ആൾ ഓടുന്നതാ. അങ്ങനെ അന്ന് പണിക്കാരിപ്പോഴും ഉണ്ട് കേട്ടോ. ആശാരിപ്പോഴും ഉണ്ട്. പിന്നെ അയാൾ പുറത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുക. അയാൾക്ക് ചായയൊക്കെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് ചായൻ്റെ ആളാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചായ കിട്ടണം. ഓരോരോ കുരുത്തക്കേട് കാരണം ഞാൻ എന്ത് ചെയ്ത് ഊഞ്ഞാലയിൽ ഇട്ടിട്ട് അവനെ പിന്നെ പുട്ടിനുള്ള തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്ന് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തരിക്കഞ്ഞി. പിന്നെ ഹസ്ബൻഡിനൊന്നും തരിക്കഞ്ഞി വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പം എന്നാൽ നമ്മളെ സേമിയവും അതേപോലെ സാബുനരിയും ഇട്ടിട്ടുള്ള ആ ഒരു പായസം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നാസിഫ് മോനെ ഞാൻ ഊഞ്ഞാലയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവനെ അവിടെ ഇരുന്നിട്ട് ആകെ കരച്ചില്ല കേട്ടോ. അപ്പോൾ മോന് സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കേൾക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. ക്യാമറ കണ്ടപ്പോൾ ഓരോരോ കളിയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഉമ്മ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഉമ്മനോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പായസത്തിലേക്കുള്ള പിന്നെ ഏലക്കായും അതേപോലെ ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പോൾ ഇതാക്കുന്ന പായസത്തിലേക്കുള്ള സാബുനരി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് കുറച്ച് സമയം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. സേമിയം കുറച്ച് പിന്നെ വറുക്കാതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തിട്ടാണല്ലോ ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ വറുക്കാതെ കുറച്ചുകൂടി ഇട്ടാൽ ഒന്നും കൂടി ഒരു കൊഴുപ്പൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി രണ്ട് രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസം പിന്നെ നോൺ സ്റ്റിക്ക് ആയതിൻ്റെ അടിയിൽ പിടിക്കില്ല, എന്നാലും ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അസറിന് ശേഷമാണ് കേട്ടോ അതൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ പുട്ടിനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഞാനതിൽ പാത്രത്തിലാക്കി ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോനെ ഇവിടെ നിന്ന് ഇതാക്കുന്നു ഭയങ്കര കച്ചറാട്ടോ. ചിലപ്പോൾ ചാടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഹൈറ്റിലാണ് കിട്ടിയത്. അവന് താഴത്തേക്ക് ഇറങ്ങിക്കോളൂ, അതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ കിട്ടിയത്. ഇനി അവനെ ഇരിക്കാൻ കഴിയും തോന്നില്ല അതിൽ. അപ്പോൾ ഞാൻ അവനെ എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ പേടിയാണ്. ഇപ്പം മെനിയാന്നത് അവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തൊരു മോള് ഊഞ്ഞാല് കഴുത്ത് കുടുങ്ങിയിട്ട് 11 വയസ്സായൊരു മോളാണ് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വൈപ്പ് എന്തായാലും ഇപ്പം ഊഞ്ഞാലൊക്കെ ഇരുത്തുമ്പം പേടിയാണ്. അപ്പോൾ അതാക്കുന്നത് ഞാൻ പായസത്തിലേക്കുള്ള അണ്ടിമുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ പാലിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പായസം കുറച്ചും കൂടി ഒന്ന് നീട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടൊന്ന് കലക്കി അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നല്ലൊരു ഓവർ വെള്ളമാവാതെ കുറുങ്ങനാണ് പായസം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറുങ്ങൻ ഉണ്ടാക്കുമ്പോൾ കുറേ പാലും വേണമല്ലോ. അപ്പോൾ പാല് 2 പാക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി കുറച്ച് പാൽപ്പൊടിയും കൂടെ ഒഴിച്ച് കൊടുക്കുക, അതാകുമ്പോൾ നല്ല കട്ടി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പായസമൊക്കെ ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വറവിടാനുള്ള അണ്ടി മുന്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. സാബുനരിയും അതേപോലെ പിന്നെ സേമിയയും കൂടെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. പാലിൽ തന്നെ ഉണ്ടാക്കി കുറുക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പായസം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചു കേട്ടോ. അതിനൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ പാൽച്ചായ നമുക്ക് മാത്രമാണ് കേട്ടോ പാൽച്ചായ. ഹസ്ബൻഡിനും എനിക്കൊക്കെ കട്ടനാണ്, പിന്നെ മക്കൾക്കും വേറെ ആരും ഇല്ലല്ലോ. പിന്നെ അവർക്കുള്ള പാൽച്ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കറിയും രാവിലെ വെച്ചാണ് കേട്ടോ. അപ്പം മസാലയൊക്കെ പിടിച്ച് ചിക്കൻ കറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ ഉണ്ടാക്കി കേട്ടോ.
പിന്നെ മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.